Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, good morning. Good morning. നമ്മളെ എവിടം വരെയാണ് എടുത്തത്? എവിടം വരെ എടുത്തു? Operation report. ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ? ഓപ്പറേഷൻ റിപ്പോർട്ട് കഴിഞ്ഞാ നമ്മുടെ? കഴിഞ്ഞു. ഓക്കെ. ഈ ഇതുവരെ എടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഇതുവരെ എടുത്തതിൽ മനസ്സിലാകാത്തതാ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാ? നിങ്ങൾ പറഞ്ഞോ? കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾ പറയുമ്പോഴല്ലേ എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും മനസ്സിലാകാത്തതാ ഞാൻ പറയണത്, നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആവണില്ല, സ്പീഡ് എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. പ്രഷർ റിപ്പോർട്ട്സ് ഒന്നുകൂടി പറയാം. ഓക്കെ, അത് പറയാം. അപ്പൊ പ്രഷർ റിപ്പോർട്ട്സ് പറയാം. അത് ലാസ്റ്റ് നമ്മൾ എടുത്തതായതുകൊണ്ട് കുറച്ച് ക്ലിയർ ഓർമ്മ നമ്മളെ ടൈമിന്റെ കറക്റ്റ് ആ ടൈമിൽ നമ്മൾ നിർത്തിപ്പോയല്ല. അതാണ് അത് അതിനു മുമ്പ് നമ്മൾ ക്ലിയർ ആയിട്ടൊക്കെ അനസ്തീഷ്യ റിപ്പോർട്ട് എന്താ, കൺസൾട്ടേഷൻ എന്താ, റേഡിയോളജി, പാത്തോളജി, ഇതൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഞാൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ കറക്റ്റ് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ? സ്മിത, നോമേ, എല്ലാവർക്കും അതുപോലെയാണോ? എല്ലാവർക്കും അങ്ങനെയാണോ? ആർക്കെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ തുറന്നു പറഞ്ഞോ. കാരണം എനിക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോഴല്ലേ നമ്മൾ അത് കറക്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ അങ്ങനെ എടുത്തു പോകും. അത് ഞാൻ വീണ്ടും ചോദിക്കണേ. കാരണം ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഉണ്ടാവും, എനിക്കുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഇതിൽ ഒരുപാട് പല ഏജുള്ള ആൾക്കാരും ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. ഫസ്റ്റ് കുഴപ്പമുണ്ടായിരുന്നു, ഇപ്പൊ ഓക്കെ ആയി. ഓക്കെ. താങ്ക് യു സ്മിത. ഓക്കെ, അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് എടുത്തു പോയാൽ മതിയാ? ഓക്കെ, മേഘ എല്ലാവരും അങ്ങനെ പറയണ്ട. ഓക്കെ, എൽദോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഐശ്വര്യക്ക് അങ്ങനെ മതി, ജയ, എല്ലാവരും അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ശരി എന്നാ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ മതി. സന്ധ്യ ഇതുപോലെ തന്നെ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എടുക്കുന്നത് ഓപ്പറേഷൻ റിപ്പോർട്ട്സ് ഒന്നുകൂടി പറയണം എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഓപ്പറേഷൻ റിപ്പോർട്ട്സ് പറയാം. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ? അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ആ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ എടുക്കാൻ മനസ്സിലാവണില്ല. ക്വസ്റ്റ്യൻസ് ഇടുന്നത് നമ്മളല്ല ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഞങ്ങൾ എടുത്ത ടോപ്പിക്ക് ഇത്രയും നമ്മൾ അവിടെ പറയും, ഇത്രയും ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ ആൾക്കാരാണ് ഇടുന്നത്. അതുകൊണ്ട് എന്ത് ക്വസ്റ്റ്യൻസ് വരുമെന്ന് അതൊന്നും നമ്മൾക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കണേ, നിങ്ങൾക്ക് ഞാൻ എടുത്തതിൽ അവര് മോക്ക് ടെസ്റ്റ് ഇടുമ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. അവര് ടെക്സ്റ്റിന് മാത്രമേ ഇടുള്ളൂ, എന്തായാലും പുറത്തുനിന്നും അവര് ക്വസ്റ്റ്യൻസ് ഇടില്ല. ഓക്കെ, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് മതി. ഓക്കെ. അപ്പൊ നമുക്ക് ഓപ്പറേഷൻ റിപ്പോർട്ട്സ് തുടങ്ങാം. ഓപ്പറേഷൻ റിപ്പോർട്ട്സ് എന്താ നോക്കാം.
ഓപ്പറേഷൻ റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം. ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന് ഓപ്പറേഷൻ കഴിഞ്ഞാല് ഓപ്പറേഷന് മുമ്പ് പേഷ്യന്റിന് അനസ്തീഷ്യ കൊടുക്കും. ഒരു ഓപ്പറേഷൻ നമ്മൾ ഒരു പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റുന്നതിന് മുമ്പ് അനസ്തീഷ്യ കൊടുക്കും. അതിന് സ്പെഷ്യലായിട്ട് അനസ്തീഷ്യ കൊടുക്കാനായിട്ട് അനസ്തീഷ്യക്ക് ഒരു പ്രത്യേക തരമുള്ള ഡോക്ടർ ഉണ്ടാവും. പിന്നെ അതിന്റെ ഡോസ് എത്രയാണ്, ടൈം എത്രയാണ്, അനസ്തീഷ്യ എങ്ങനെ എഫക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് അനസ്തീഷ്യ കൊടുക്കുമ്പോ ഈ ഓപ്പറേഷൻ റിപ്പോർട്ട്സിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതണം. മുമ്പ് ഈ ഓപ്പറേഷന് മുമ്പ് എങ്ങനെ അനസ്തീഷ്യ കൊടുത്തേ, അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുമ്പ് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് എഴുതണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യണം. ഓപ്പറേഷൻ റിപ്പോർട്ടിൽ അതെല്ലാം വേണം. നമുക്ക് നോക്കാം എന്തൊക്കെ വേണ്ടതെന്ന്. ഓപ്പറേഷൻ റിപ്പോർട്ട്സിൽ ഇൻക്ലൂഡ്സ് കൺസെന്റ് ഫോർ സർജറി. സർജറിക്ക് മുമ്പ് എന്ത് വേണം? കൺസെന്റ് വേണം, സമ്മതപത്രം വേണം. ഓപ്പറേഷൻ നമ്മൾ ചെറിയൊരു ഓപ്പറേഷൻ ആയാൽ പോലും നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിൽ മൈനർ ആയിട്ടും മേജർ ആയിട്ടൊക്കെ ഓപ്പറേഷൻ തിയേറ്റർ നടക്കും. അപ്പൊ ഇങ്ങനെ ചെറിയൊരു ഓപ്പറേഷൻ ആയാൽ പോലും നമ്മൾ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ സമ്മതം മേടിക്കും. ഒരു ചെറിയ പേപ്പർ കൊണ്ടുവന്നിട്ട് നമ്മളോട് പറയും ഇതിലൊന്ന് സൈൻ ചെയ്യണം. നമ്മള് എത്ര ചെറിയൊരു ഓപ്പറേഷൻ ആയാലും നമ്മൾക്ക് ടെൻഷനാ, ഇതിനെന്തിനാ നമ്മളെടുത്ത് സൈൻ ചെയ്ത് മേടിക്കണേ, ഇനി പിന്നീട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അതെന്തിനാ? അത് ഹോസ്പിറ്റലുകാരുടെ റൂൾസിലും ഉള്ളതാ. കാരണം പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറിന്റെ കൺസെന്റ് ഇല്ലാണ്ട് ഓപ്പറേഷൻ ഒരിക്കലും നടക്കാൻ പാടില്ല. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അവര് ഞങ്ങളോട് ചോദിക്കാണ്ടാണ് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് എന്നൊക്കെ ഉള്ള ഭയങ്കര പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ എന്ത് വേണം? എന്താണ് ഓപ്പറേഷൻ റിപ്പോർട്ട്സിൽ ഫസ്റ്റ് ഉൾക്കൊണ്ടത്? കൺസെന്റ് വേണം. കൺസെന്റ് ഫോർ സർജറി. സർജറിക്ക് ആദ്യം വേണ്ടത് കൺസെന്റ്, ഒരു സമ്മതപത്രം വേണം. പിന്നെ എന്താ വേണ്ടേ? പ്രീ അനസ്തീഷ്യ. അനസ്തീഷ്യക്ക് മുമ്പ് പേഷ്യന്റ് എങ്ങനെയായിരുന്നു? പ്രീ അനസ്തീഷ്യ. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കറക്റ്റ് റിപ്പോർട്ട് ചെയ്യണം. പിന്നെ പോസ്റ്റ് അനസ്തീഷ്യ റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ എന്താ? അനസ്തീഷ്യ കഴിഞ്ഞിട്ടുള്ളത്. അനസ്തീഷ്യ കഴിഞ്ഞിട്ട് പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെ? പേഷ്യന്റ് നല്ല ഓർമ്മയും നല്ല ഒരു ഇതിലിരിക്കുമ്പോഴായിരിക്കും നമ്മൾ അനസ്തീഷ്യ കൊടുക്കണം. അനസ്തീഷ്യ കൊടുക്കുമ്പോൾ പേഷ്യന്റ് പകുതി മയക്കത്തിലായിരിക്കും. ഫുള്ളായിട്ട് അവര് ഇതാവില്ല, പകുതി മയക്കത്തില്. പക്ഷെ അവര് അനസ്തീഷ്യ നമ്മൾ പലതരത്തിൽ കൊടുക്കും. ഫുള്ളായിട്ട് കൊടുക്കും, ജനറൽ ആയിട്ടൊക്കെ കൊടുക്കും. ജനറൽ ആയിട്ട് കൊടുക്കാന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ബോഡിയിൽ കൊടുക്കും. കുറച്ച് ഭാഗത്തേക്ക് ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യണതെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഭാഗത്ത് മാത്രം അതിന്റെ ഇത് കൊടുക്കും. അപ്പൊ അവിടെ മാത്രമേ മലയ്ക്കുള്ളൂ. പിന്നെ ഓറൽ ആയിട്ട് കൊടുക്കാം, ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാം, സ്പ്രേ അടിക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ അനസ്തീഷ്യ കൊടുക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? പോസ്റ്റ് അനസ്തീഷ്യ റിപ്പോർട്ട്സ് അതും നമ്മൾ എഴുതണം. ദ ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ് പേഷ്യന്റിനെ. ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോ എന്തിനാണ് ഓപ്പറേഷൻ ചെയ്യണത്, എവിടെയാണ് ഓപ്പറേഷൻ ചെയ്യണത്, ഈ ഓപ്പറേഷൻ ചെയ്യണത് എന്ത് അസുഖത്തിനാ, എന്തെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള പ്രീ ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. ആ ഓപ്പറേഷന്റെ ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടും ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓപ്പറേഷൻ റിപ്പോർട്ട്സിൽ ഫസ്റ്റ് കൺസെന്റ് വേണം, പ്രീ അനസ്തീഷ്യ വേണം, പോസ്റ്റ് അനസ്തീഷ്യ വേണം, ഓപ്പറേറ്റീവ് റിപ്പോർട്ട് വേണം. ഈ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളണം. പിന്നെന്താ പറയണേ? A pre-operative diagnosis should be recorded before surgery. എന്താ പറഞ്ഞേ? ഈ ഓപ്പറേഷന് മുമ്പ് പേഷ്യന്റിന്റെ രോഗം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, രോഗനിർണയം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓപ്പറേഷന് മുമ്പ് പേഷ്യന്റിന്റെ ഡയഗ്നോസിസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഷുഡ് ബി റെക്കോർഡഡ് ബിഫോർ സർജറി. അത് സർജറിക്ക് മുമ്പ് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ കറക്റ്റ് രേഖാമൂലം എഴുതി വെക്കണം ഓപ്പറേഷന് മുമ്പ്. അപ്പൊ പേഷ്യന്റ് ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ തന്നെ ഡോക്ടർമാർക്ക് മനസ്സിലായി ഈ പേഷ്യന്റിന് എന്താണ്, ഇതാണ് അതിന്റെ രോഗം, ഈ രോഗത്തിന് വേണ്ടിയാണ് ഓപ്പറേഷൻ ചെയ്യണത്. അങ്ങനെയുള്ള ഡയഗ്നോസിസ് ഷുഡ് ബി റെക്കോർഡഡ്. അത് നമ്മൾ കറക്റ്റ് മസ്റ്റ് ആയിട്ടും റെക്കോർഡ് ചെയ്ത് വെക്കണം സർജറിക്ക് മുമ്പ്, ബിഫോർ സർജറി. നിങ്ങളോട് ചിലപ്പോ ഇത് തന്നിട്ട് ട്രൂ ഓഫ് ഫാൾസിൽ ചോദിക്കും. ചിലപ്പോ ബിഫോർ സർജറി എന്നാവില്ല ചോദിക്കണം, ആഫ്റ്റർ സർജറി. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ബിഫോർ സർജറി. എ പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഷുഡ് ബി റെക്കോർഡഡ് ബിഫോർ സർജറി. സർജറിക്ക് മുമ്പാണ് നമ്മൾ പേഷ്യന്റിന്റെ ഡയഗ്നോസിസ് കണ്ടുപിടിച്ച് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ?
It involves full description of the detection, both normal and abnormal. The organs explored, procedures, structures, drains and sponges, used name of surgeons and assistants. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു ഇതില് പേഷ്യൻസിന് ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഫുൾ ഡിസ്ക്രിപ്ഷൻ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നമ്മൾ വിവരിച്ചിട്ടുണ്ട്. കൺസെന്റ് ഉണ്ട്, അനസ്തീഷ്യക്ക് മുമ്പ് എങ്ങനെയാണ്, പോസ്റ്റ് അനസ്തീഷ്യ എങ്ങനെയാണ്, പിന്നെന്താ ഓപ്പറേറ്റീവിലുള്ള എന്തിനാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യണത്, പിന്നെ പ്രീ ഓപ്പറേറ്റീവ് അത് ഓപ്പറേഷന് മുമ്പുള്ള പേഷ്യന്റിന്റെ ഡയഗ്നോസിസ് കണ്ട, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുള്ളായിട്ട് വിവരിച്ച് കറക്റ്റ് എഴുതി. എന്നിട്ട് എന്താ സാധാരണയായി നോർമലായിട്ടും അബ്നോർമലായിട്ടും അങ്ങനെ നമ്മൾ സാധാരണവും അസാധാരണവുമായ കണ്ടെത്തലിലൂടെ ഫുൾ ഡിസ്ക്രിപ്ഷൻ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓർഗൻസ് എക്സ്പ്ലോർഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ അവയവങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യരുത്. ഓപ്പറേഷൻ ചെയ്യുമ്പോ നമ്മൾ എന്താ ഓപ്പറേഷന് ഒരു റിമൂവ് ചെയ്യും. ഇപ്പൊ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു മുഴ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ മുഴ റിമൂവ് ചെയ്യും. അപ്പൊ അത് അവിടുന്ന് മാറി റിമൂവ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യും. ചിലപ്പോ കട്ടയിലായിരിക്കും, ചിലപ്പോ അവിടെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും. ഓപ്പറേഷൻ അറിയാലോ ഇങ്ങനെ ഓപ്പറേഷൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് ആ റിമൂവ് ചെയ്ത് വരുമ്പോൾ അവിടെ ഓർഗൻസിന്റെ അതിന്റെ നടപടിക്രമങ്ങൾ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പറഞ്ഞു ചിലപ്പോ സ്റ്റിച്ച് ഇടും. സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ, തുന്നുക എന്ന് പറയുന്നത് സ്റ്റിച്ച് ഇടും. പേഷ്യന്റിന് അവിടെ ഒരു മുഴ ഉണ്ടെങ്കിൽ ആ മുഴ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. എന്നിട്ട് അവിടെ എന്തായി, അവിടെ ബ്ലഡ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തുന്നി കഴിഞ്ഞിട്ട് ഡ്രെയിൻസ് ആൻഡ് സ്പോഞ്ചസ് യൂസ് ചെയ്ത് ആ തുന്നണ നൂല് നമ്മൾ ഏതാണോ ഉപയോഗിക്കണേ, നൈലോൺ ഉപയോഗിക്കും, ചിലര് എന്താണോ പേഷ്യൻസിന് ഉപയോഗിക്കണ തുന്നണ കാര്യത്തിന് എന്താണോ സ്റ്റിച്ച് ഇടുന്നത്, ഏത് നൂല് വെച്ചിട്ടാണോ സ്റ്റിച്ച് ഇടുന്നത്, പലതരത്തിലുണ്ട്. കോട്ടൺ ഉണ്ടാവും, നൈലോൺ ഉണ്ടാവും, അങ്ങനെ ഹോസ്പിറ്റലിൽ പല ഇതും യൂസ് ചെയ്യും. അപ്പൊ അതിൽ ഏതാണ് നമ്മൾ ഉപയോഗിച്ചത്? പിന്നെ ഡ്രെയിൻസ് എന്ന് വെച്ചാൽ എന്താ, ഡ്രെയിൻസ് അറിയുമ്പോ നമ്മൾ അതിന്റെ ടിഷ്യൂസ് ഒക്കെ ഇങ്ങനെ പാടുകൾ ഉണ്ടാവൂലേ, ഈ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അതിനൊരു കട്ട് ചെയ്ത് അവിടെ തുന്നുമ്പോ അവിടെ അവിടെ ഇതുണ്ടാവും. ആ ടിഷ്യൂസ് ആ ഇതുകൾ നമ്മൾ ഡ്രെയിൻ ചെയ്യും. അവിടെ ഉണക്കണത് നമ്മൾ എന്താ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടാ, അല്ലെങ്കിൽ വല്ല പാഡുകൾ അങ്ങനെ എന്തെങ്കിലും കോട്ടൺ ക്ലോത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ അവിടെ ഉണക്കണം, ഡ്രെയിൻ ചെയ്യും. പിന്നെ സ്പോഞ്ച് യൂസ് ചെയ്ത് അതിനു വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാം? സ്പോഞ്ച് ഉപയോഗിക്കാം. വെള്ളം നല്ലോണം ബ്ലഡ് വരുന്ന ഇതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും. അപ്പൊ സ്പോഞ്ച് ഒക്കെ വെച്ച് കറക്റ്റ് ചെയ്ത്, പിന്നെ അതിന്റെ സർജൻ നമ്മൾ ഏത് ഡോക്ടറാണോ ഈ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറുടെ പേര്, പിന്നെ അസിസ്റ്റൻസ് ആരൊക്കെ അസിസ്റ്റ് ചെയ്യാനുണ്ടായി, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടിയും പറയാം, നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പറേഷൻ റിപ്പോർട്ട്സിൽ ചെയ്തു. ഫുൾ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട്. അതിൽ കൂടുതൽ മെയിൻ ആയിട്ട് എന്ത് വരും? ആ പേഷ്യന്റിനെ ഒരു റിമൂവ് ചെയ്ത് എന്തെങ്കിലും ഒരു ഓർഗൻസ് എടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ നമ്മൾ സ്റ്റിച്ച് ഇടും, തുന്നും. ആ സ്റ്റിച്ച് ഇടുന്ന ഭാഗത്ത് എന്തുണ്ടാവും? കുറെ കഴിയുമ്പോൾ ബ്ലഡ് വരും, പിന്നെ അവിടെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ നല്ല ക്ലീൻ ആക്കി ഡ്രെയിൻ ആക്കി നല്ല ഉണക്കി എന്ത് വെച്ച് ഉണക്കണം? എന്തെങ്കിലും സ്പോഞ്ച് ഉപയോഗിക്കുക, ക്ലോത്ത്, പാഡ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നല്ല കറക്റ്റ് ആക്കി അത് ക്ലീൻ ചെയ്ത് നമ്മൾ വെക്കണം. അതൊക്കെ ഏതുകൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത് അതിന്റെ എല്ലാ ഡീറ്റെയിലും വേണം. സ്റ്റിച്ച് ചെയ്തത് വേണം, ഏത് സ്പോഞ്ചാണോ ഉപയോഗിച്ചത്, ക്ലോത്ത് ആണോ, പാഡ് ആണോ, ടിഷ്യൂ ആണോ നമ്മൾ ഉപയോഗിച്ചത്, അത് തുടയ്ക്കാൻ അത്രയും ഭയങ്കര കറക്റ്റ് ആയിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിൽ. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ചിലപ്പോ എന്തെങ്കിലും അലർജി പ്രോബ്ലം ഉണ്ടാവും. ചിലവർക്ക്, കൂടുതലും ഇല്ല, ചിലവർക്ക് എന്തെങ്കിലും ഒരു അലർജി പ്രോബ്ലം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്ലോത്ത് ഉപയോഗിച്ചിട്ടായിരിക്കും, ചിലപ്പോ ടിഷ്യൂ പേപ്പറിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് എന്തുകൊണ്ടാണ് അവിടെ അലർജി വന്നേ? കാരണം നമ്മുടെ ഫുൾ ഓർഗൻസ് പച്ചയായിട്ട് കട്ട് ചെയ്യണം. അപ്പൊ കട്ട് ചെയ്യുമ്പോ ഉള്ളിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലോട്ട് പെട്ടെന്ന് പഴുപ്പ് വരാനാ, ഇൻഫെക്ഷൻ വരാനാ സാധ്യതയുണ്ട്. അപ്പൊ അതില് ടിഷ്യൂ ഏതിലാണ് ഇൻഫെക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിന്റെ പേരൊക്കെ കറക്റ്റ് നമ്മൾ ഏത് നൈലോൺ ആണോ കോട്ടൺ നൂലാണോ ഉപയോഗിച്ചതെന്നുള്ളതൊക്കെ കറക്റ്റ് എഴുതി വെക്കണം എന്ന് പറയണത്. പിന്നെ സ്പോഞ്ച് ഉപയോഗിച്ചത്, ബ്ലഡ് തുടക്കാൻ നമ്മൾ എന്താ ഉപയോഗിച്ചേ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഏത് ഡോക്ടറാണ് സർജൻ ഇത് ചെയ്തത്, അത് ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാ.
ഡോക്ടർ അറിയാണ്ട് നമുക്ക് കാര്യമില്ല. അപ്പൊ ഏത് ഡോക്ടറാണ് ആ സമയത്ത് ഓപ്പറേഷൻ ചെയ്തത്, കൂടെ അസിസ്റ്റ് ചെയ്യാൻ എത്ര പേരുണ്ടായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഫുൾ ഡീറ്റെയിലും ഓപ്പറേഷൻ റിപ്പോർട്ട്സിൽ വേണം. ഓക്കെ, ഈ 3 പോയിന്റ് മനസ്സിലായ? ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാ? ഇനി ഇത് പറയണോ ഓപ്പറേഷൻ? ഇല്ല, ഒക്കെ എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമ്മള് റിക്കവറി റൂം റെക്കോർഡ് എന്ന് വെച്ചാൽ എന്താ? ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, പേഷ്യന്റിന് എല്ലാം കഴിഞ്ഞു, നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു. അനസ്തീഷ്യ കൊടുത്തതും അനസ്തീഷ്യക്ക് മുമ്പുള്ള പേഷ്യന്റിന്റെ കണ്ടീഷനും അത് കഴിഞ്ഞിട്ടുള്ള കണ്ടീഷനും പിന്നെ ഡയഗ്നോസ് ചെയ്തതും എല്ലാവരും നമ്മൾ റെക്കോർഡ് ചെയ്തു. ഓപ്പറേഷൻ റിപ്പോർട്ടൊക്കെ റെഡിയാക്കി പേഷ്യന്റിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യന്റിന് എന്ത് ചെയ്യും? അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പേഷ്യന്റിന് അപ്പൊ തന്നെ ഓർമ്മ വരില്ല. പേഷ്യന്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സെഡേഷൻ ആയിരിക്കും. ആ സമയത്ത് പേഷ്യന്റിനെ നമ്മൾ എവിടെ കൊണ്ട് കിടത്തും? ഒരു കിടത്തണ റൂം ഉണ്ട്, റിക്കവറി റൂം എന്ന് പറയുന്നത്, ഒബ്സർവേഷൻ റൂം. അതാണ് റിക്കവറി റൂം റെക്കോർഡ് എന്ന് വെച്ചാൽ എന്താ? റിക്കവറി, ഓപ്പറേഷനിൽ നിന്നും റിക്കവറായി, അതാണ് റിക്കവറി റൂം റെക്കോർഡ്. അപ്പൊ നമ്മൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, പേഷ്യന്റിനെ നമ്മൾ ആ റൂമിലോട്ട് കൊണ്ടുവന്ന് കിടത്തി. ഒബ്സർവേഷൻ റൂം അത് കണ്ടിന്യൂ എത്ര നേരം കിടത്തും? കൂടി വന്നാൽ 1 മണിക്കൂർ. പേഷ്യന്റിന് ആ ഒരു ഓർമ്മ, ഓപ്പറേഷത്തിന് മുമ്പ് അനസ്തീഷ്യ കൊടുത്തതിന്റെ സെഡേഷൻ ഒക്കെ വിട്ട് മാറി പേഷ്യന്റ് ഒരു ഓക്കെ ആണ് എന്ന് നമ്മൾക്ക് അറിയാം, മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യും വാർഡിലോട്ട്. അതൊക്കെ പിന്നീട് പറയും. പക്ഷെ നമ്മള് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പേഷ്യന്റിനെ ഫസ്റ്റ് പിന്നെ കിടത്തുന്നത് എവിടെ? റിക്കവറി റൂമിൽ. ഓപ്പറേഷൻ കഴിഞ്ഞാൽ പേഷ്യന്റിന് നമ്മള് റിക്കവറി റൂം, അത് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഉള്ളതാ. തിയേറ്ററിൽ തന്നെ ഒരു റൂം ഉണ്ട്, അതാണ് റിക്കവറി റൂം. അതിലെന്താ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് റെക്കോർഡ് ഫ്രം ദ ടൈം ദ പേഷ്യന്റ് ലീവ്സ് ദ ഓപ്പറേറ്റിംഗ് റൂം ടിൽ ഹി റീച്ചസ് ദ നഴ്സിംഗ് റൂം. എന്താ പറഞ്ഞേക്കണേ? എന്താ റിക്കവറി റൂമിൽ പറഞ്ഞേക്കണേ? ഇറ്റ് ഇൻവോൾവ്, അതിൽ ഉൾപ്പെട്ടേക്കുന്നത് കംപ്ലീറ്റ് റെക്കോർഡ് ഫ്രം ദ ടൈം ദ പേഷ്യന്റ് ലീവ്സ് ദ ഓപ്പറേറ്റിംഗ് റൂം ടിൽ ഹിസ് നഴ്സിംഗ് റൂം. എന്ന് വെച്ചാല് രോഗി ഓപ്പറേഷൻ മുറിയിൽ നിന്ന് പുറത്തു പോകും, ആ പുറത്തു പോകുന്ന സമയം മുതൽ നഴ്സിംഗ് റൂമിൽ എത്തുന്നത് വരെയുള്ള പൂർണ്ണമായ റെക്കോർഡുകളൊക്കെ സൂക്ഷിച്ച് പേഷ്യന്റ് അടക്കം അവിടെ ഉണ്ടാവും. അതാണ് റെക്കോർഡ് റൂം എന്ന് പറയുന്നത്. പൂർണ്ണമായ റെക്കോർഡ് ഉണ്ടാവും, പേഷ്യന്റ് ഉണ്ടാവും. എല്ലാവരും പേഷ്യൻസിനെ സംബന്ധിച്ച് ഓപ്പറേഷൻ ചെയ്ത ഫുൾ കാര്യങ്ങൾ, ഫുൾ ഡീറ്റെയിൽ, കംപ്ലീറ്റ് റെക്കോർഡും. പിന്നെന്താ, ആ പേഷ്യന്റ് എവിടൊക്കെ പോണ വരെ, വേറെ നമ്മൾ പറഞ്ഞു വാർഡിലോട്ട് അല്ലെങ്കിൽ നഴ്സിംഗ്മാരുടെ റൂം, നഴ്സിംഗ് റൂമിലേക്ക് എത്തുന്നത് വരെയുള്ള ഫുൾ ഡീറ്റെയിൽ ആ റിക്കവറി റൂമിൽ ഉണ്ടാവും. ഇറ്റ് ഇൻവോൾവ് കംപ്ലീറ്റ് റെക്കോർഡ് എവിടെ? ഫ്രം ദ ടൈം പേഷ്യന്റ് ലീവ്സ്, പേഷ്യന്റ് ലീവ് ചെയ്യണ വരെ, ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്ന് പുറത്തു പോകണ വരെ, ടിൽ ഹി റീച്ചസ് ദ റൂം, നഴ്സുമാരുടെ റൂമിലേക്ക് എത്തണ വരെയുള്ള പേഷ്യന്റിന്റെ അത് വരെയുള്ള ഫുൾ ഡീറ്റെയിൽ ഉള്ള റെക്കോർഡും പേഷ്യന്റും റിക്കവറി റൂമിൽ ഉണ്ടാവും. അതാ അവിടെ പറഞ്ഞത്. ഓക്കെ, അതിലൊന്നുമില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നുമില്ല. നിങ്ങൾ റിക്കവറി റൂം റെക്കോർഡ് എന്താന്ന് ഓർത്താൽ മതി. എന്താ റിക്കവറി റൂം? ഓപ്പറേഷൻ കഴിഞ്ഞാൽ പേഷ്യന്റിനെ കൊണ്ടുവന്ന് കിടത്തുന്ന റൂം. ഓപ്പറേഷൻ കഴിയുന്നത് ഓപ്പറേഷൻ റൂമിൽ. ഓപ്പറേഷൻ റൂമിൽ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ റൂം ഉണ്ടാവും, അതാണ് ഒബ്സർവേഷൻ റൂം. ഇതിൽ പറയണത് റിക്കവറി റൂം. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, അവർക്കൊരു ആ ഒരു സെഡേഷന്റെ എല്ലാം കഴിഞ്ഞു ഒരു ഇതാവണ വരെ, അവര് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ എല്ലാം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതിന്റെ ആ ക്ഷീണമൊക്കെ മാറി അവർക്ക് നഴ്സുമാരുടെ റൂമിലേക്ക് പോകാനായിട്ട്, വാർഡിലോട്ട് പോകാനുള്ള ഒരു കണ്ടീഷൻ റെഡി ആവണ വരെ അവർ ആ റിക്കവറി റൂമിൽ കിടക്കും. അത് കൂടി വന്നാൽ 1-2 മണിക്കൂർ മാത്രം. ചിലത് ഉച്ചവരെയും, ചിലവർക്ക് സെഡേഷൻ പെട്ടെന്ന് ഉച്ചവരെയും കിടത്തും. ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓപ്പറേഷൻ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ പറയും ഇനി ബ്ലീഡിംഗ് ഉണ്ടോന്ന് നോക്കട്ടെ, കുറച്ചു നേരം ഇവിടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവര് അതിന് വേണ്ടി ഒരു ഒബ്സർവേഷൻ ചെയ്യും. അതാണ് റിക്കവറി റൂം. അതിൽ അത് മാത്രം നിങ്ങൾ ഇമ്പോർട്ടന്റ് ഉള്ളൂ. റിക്കവറി റൂം എന്തിനാ ഉപയോഗിക്കുന്നത്, എവിടെ, ഇത് എപ്പോഴാണ് റിക്കവറി റൂം ഉപയോഗിക്കുന്നത് മാത്രം ഓർത്താൽ മതി. അതിൽ കംപ്ലീറ്റ് റെക്കോർഡ്, പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ റെക്കോർഡ്സും ആ റൂമിൽ ഉണ്ടാവും. പേഷ്യന്റിനെ അവിടെ കിടത്തി കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ കൂടെ എന്തുണ്ടാവണം? പേഷ്യന്റിന്റെ ഫുൾ റെക്കോർഡ്, കംപ്ലീറ്റ് റെക്കോർഡും. പേഷ്യന്റ് ആ സമയത്ത് ട്രിപ്പ് പോലുണ്ടാവും പേഷ്യന്റിന്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പെട്ടെന്നാണ് നമ്മൾ അങ്ങോട്ട് മാറ്റണത്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, പേഷ്യന്റിന് എല്ലാം കഴിഞ്ഞു, നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ റിക്കവറി റൂമിലേക്ക് മാറ്റും. അപ്പൊ പേഷ്യന്റ് അതേപോലെ ആയിരിക്കും, പേഷ്യന്റിന് ട്രിപ്പ് പോണ്ടാകും,
കാരണം പേഷ്യന്റ് അബോധാവസ്ഥയിലാണ്. പിന്നെ ബ്ലഡ് കേട്ടിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പോണുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ റിക്കവറി റൂമിൽ അതിനുള്ള സെറ്റപ്പ് എല്ലാവരും ഉണ്ടാവും. ഓക്കെ, റിക്കവറി റൂം മനസ്സിലായ? ഓക്കെ ഓക്കെ, ഇനി നമ്മള് നഴ്സിംഗ് നോട്ട്. ഇനി ഇത് റിക്കവറി റൂം ഇനി പറയണ്ടല്ല, വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി വേണ്ടത് നഴ്സിംഗ് നോട്ട്. നഴ്സുമാര് എല്ലാത്തിനും ഇത് ചെയ്യുമ്പോൾ നഴ്സുമാർ അതിൽ നമുക്ക് എന്തുണ്ടാവും? നഴ്സുമാരൊരു നോട്ട് ഉണ്ട്, അതെന്താ നോക്കാം. അതിലെന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കാം. എന്താ? It include nurse observations of the patient. It include the nurse observations of the patient. നഴ്സുമാരുടെ നോട്ടിൽ എന്തായിരിക്കും? നേഴ്സ് ഒബ്സർവ് ചെയ്യണത്. ആ പേഷ്യന്റിനെ നേഴ്സ് എങ്ങനെയാണോ കെയർ ചെയ്യണേ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആ നോട്ടിൽ ഉണ്ടാവും. അതാ പറഞ്ഞേ ദ നേഴ്സ് ഒബ്സർവേഷൻസ് ഓഫ് ദ പേഷ്യന്റ്. നേഴ്സ് എങ്ങനെയാണ് ഒബ്സർവേഷൻ ചെയ്യണത്? കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ ടു ദ പേഷ്യന്റ്. പേഷ്യന്റിന് എങ്ങനെയാണ് കെയർ കൊടുക്കണേ, എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യണേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് ആ നഴ്സിംഗ് നോട്ട്സിൽ എഴുതി വെക്കണത്. അപ്പൊ രോഗിയെ കുറിച്ച് നഴ്സുമാരെന്താ ചെയ്യാ? അവരെ ഒബ്സർവേഷൻ, അവരുടെ നിരീക്ഷണം എങ്ങനെ? രോഗിക്ക് നൽകണ പരിചരണം എങ്ങനെയാണ് അവരെ രോഗിയെ പരിചരിക്കുന്നത്, പല രീതിയിൽ പല ഇതിലുണ്ടാവും. അപ്പൊ നഴ്സുമാർ അതൊക്കെ കറക്റ്റ് നോട്ട് ചെയ്യും. അവരിങ്ങനെ ഞാൻ പരിചരിച്ചു, കെയർ ചെയ്തു, ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് നോട്ട് ചെയ്യും? നഴ്സുമാർ നോട്ട് ചെയ്യും. ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ ടു ദ പേഷ്യന്റ്. പിന്നെ അവർക്ക് ചികിത്സ, അവര് പേഷ്യന്റിന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇന്ന മരുന്ന് കൊടുത്തു, ഇത്രയും ടൈമില് ചെന്ന് നോക്കി. പിന്നെ നഴ്സുമാരെന്ന് പറയുമ്പോൾ ഇടക്കിടക്ക് വന്നുകൊണ്ട് CPR ചെക്ക് ചെയ്യണം, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് ചെക്ക് ചെയ്യുമ്പോ അതൊക്കെ ചെക്ക് ചെയ്ത് പോകുമ്പോ തന്നെ ഇവരത് കറക്റ്റ് നോട്ട് ചെയ്യും. ഇത്രയും ടൈമിൽ ഞാൻ ചെക്ക് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ഇത്രയും ഇത് കൊടുത്തു. പിന്നെ ചില പേഷ്യന്റിന് ഓപ്പറേഷൻ കഴിയണ പേഷ്യന്റിന് കൂടുതലായിട്ട് എന്തുണ്ടാവും? യൂറിൻ ഇതിട്ടിട്ടുണ്ടാവും, മൂത്രമൊക്കെ പോവാനായിട്ട് ട്യൂബ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അതില് ഓപ്പറേഷൻ കഴിയണതിന് മുമ്പ് ഈ പേഷ്യന്റിന് എത്രയാണോ ഔട്ട്പുട്ട് എന്നാണ് നമ്മൾ പറയണത്. ഈ യൂറിന്റെ ബാഗ് നിറഞ്ഞത് നമ്മൾ അതിനെ പറയണത് ഔട്ട്പുട്ടാണ്. അപ്പൊ നമ്മൾ പറയും പേഷ്യന്റിന് ഓപ്പറേഷത്തിന് മുമ്പ് ഇത്രയും ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പേഷ്യന്റിന് ഇത്രയും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഡ്രിപ്പ് പോണുണ്ട്, പക്ഷെ പേഷ്യന്റിന് യൂറിൻ ഇല്ല. അപ്പൊ അതങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആര് എഴുതി വെക്കണം? നഴ്സുമാർ എഴുതി വെക്കണം. അതിനാണ് നഴ്സിംഗ് നോട്ട്. അപ്പൊ എന്താ പിന്നെന്താ പറഞ്ഞേ? ദ പേഷ്യൻസ് റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്. നമ്മൾ പറഞ്ഞു നഴ്സുമാര് കെയർ ചെയ്യണം, ട്രീറ്റ്മെന്റ് ചെയ്യണം. പക്ഷെ അവരുടെ ട്രീറ്റ്മെന്റിന് പേഷ്യന്റ് റെസ്പോൺസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, രോഗിയുടെ പ്രതികരണം എന്താണ്, അതൊക്കെ നമ്മൾ എഴുതി വെക്കണം. രോഗി ഈ കൊടുക്കണ മരുന്ന് അല്ലെങ്കിൽ അവരെ കൊടുക്കണ ട്രീറ്റ്മെന്റ്, അവരെ കെയർ, അതിനൊക്കെ പേഷ്യന്റ് പ്രതികരിക്കുന്നുണ്ടോ, പേഷ്യന്റിന്റെ റെസ്പോൺസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ആയിട്ട് കറക്റ്റ് എഴുതി വെക്കണം. അതാണ് നഴ്സിംഗ് നോട്ടിൽ ഫസ്റ്റ് പോയിന്റ്. ഒന്നുകൂടി പറയാം, നഴ്സിംഗ് നോട്ട്സ് എന്താ? ഇറ്റ് ഇൻക്ലൂഡ് നേഴ്സ് ഒബ്സർവേഷൻസ് ഓഫ് ദ പേഷ്യന്റ്. ആരോ ഒബ്സർവ് ചെയ്യണത്? നേഴ്സ് ഒബ്സർവേഷൻ ചെയ്യണത് പേഷ്യന്റിനെ. എങ്ങനെ? കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്, അവർ കെയർ ചെയ്യണതും ട്രീറ്റ്മെന്റ് ചെയ്യണതും. പിന്നെന്താ? അവർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് റെസ്പോൺസ് ചെയ്യുന്നുണ്ടോ? ദ പേഷ്യൻസ് റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്. ദ പേഷ്യൻസ് റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്. ഓക്കെ. രണ്ടാമത് എന്താ പറയണേ? ഇറ്റ് നരേറ്റ്സ് ദ പേഷ്യൻസ് റിക്വയർമെന്റ്സ്, പ്രോബ്ലംസ്, capabilities and limitations in respect of the patient's behavior. എന്ന് വെച്ചാൽ എന്താ? നമ്മള് നഴ്സിംഗ് നോട്ട്സിൽ ഇത് ഫസ്റ്റ് വൺ എഴുതണം, ട്രീറ്റ്മെന്റ് കെയർ ഒക്കെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ എഴുതാം, വിവരിച്ച് നേരേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ എന്താ? പേഷ്യന്റ് അതിൽ നമ്മൾ വിവരിക്കണം. എന്താ വിവരിക്കണേ? പേഷ്യൻസ് റിക്വയർമെന്റ്സ്, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ. പേഷ്യന്റിന്റെ ആവശ്യം എന്തായിരിക്കും? പേഷ്യന്റിന് പല കാര്യങ്ങൾ ഉണ്ടാവും. അവര് ഇത് ട്രീറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ്, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും പേഷ്യൻസിന്. അത് അവരുടെ ആവശ്യങ്ങൾ. പിന്നെ അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ പേഷ്യന്റിന്റെ ആവശ്യങ്ങള്, പ്രശ്നങ്ങള്, പിന്നെ അവർക്ക് കഴിവുകൾ ഉണ്ടാവും.
അവരുടെ കഴിവുകള്, പരിമിതികള്, ഇതെല്ലാം നമ്മള് എന്താ കറക്റ്റ് നോട്ട് ചെയ്യണം. അത് എന്നിട്ട് പേഷ്യന്റിന്റെ പെരുമാറ്റവുമായിട്ട് നമ്മൾ ഇത് കറക്റ്റ് നോട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യണം. അത് അവരെ അറിയില്ലല്ല, നമ്മളതൊരു പേഷ്യന്റിനെ കുറിച്ച് അറിയാനായിട്ട്. ഈ പേഷ്യന്റ് പല പേഷ്യന്റും പല ക്യാരക്ടർ ആയിരിക്കും, പല അറ്റ്മോസ്ഫിയറിൽ നിന്നും നല്ല പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ പല ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ആ പേഷ്യന്റിനെ നമ്മൾക്ക് മനസ്സിലായി, നമ്മൾ ആ പേഷ്യന്റിനെ കണ്ടു, ട്രീറ്റ്മെന്റ് ചെയ്തു, കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മൾക്ക് മനസ്സിലായി ഈ പേഷ്യന്റ് ഒരു ഇത്തിരി പ്രോബ്ലം ഉള്ള പേഷ്യന്റാ, ഇത്തിരി പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള പേഷ്യന്റിനെ എന്ത് ചെയ്യും, അതിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ നമ്മുടെ നേഴ്സിംഗ് റിപ്പോർട്ട്സിൽ അത് നോട്ട് ചെയ്ത് കറക്റ്റ് വെക്കണം. ഈ പേഷ്യന്റിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പേഷ്യന്റിന് ഇങ്ങനെ ഒരു കഴിവ് കുറവുണ്ട്, അങ്ങനെ കഴിവുണ്ട്, നല്ല കഴിവുള്ള അങ്ങനത്തെ ഉള്ള ഒരു ഇതാണെങ്കിൽ, കാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അതും കറക്റ്റ് എഴുതി വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പേഷ്യന്റിന് അസുഖമായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം നമ്മൾ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതും എഴുതി വെക്കാം. പേഷ്യന്റിനെ നമ്മൾക്ക് എന്താണ് ആ പേഷ്യന്റിൽ നിന്ന് മനസ്സിലായത്, ആ പേഷ്യന്റ് പോണ വരെ ആ പേഷ്യന്റ് നമ്മളുടെ ഈ നഴ്സുമാരൊക്കെ ഇതിലായിരിക്കും. അപ്പൊ നഴ്സുമാർക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം പേഷ്യന്റിന്റെ കാര്യത്തില്. അപ്പൊ അവരുടെ ഫുൾ കാര്യങ്ങൾ, അവരുടെ റിക്വയർമെന്റ്സ്, അവരുടെ പ്രോബ്ലംസ്, അതെല്ലാം ലിമിറ്റേഷൻസ്, അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പേഷ്യന്റിന്റെ പെരുമാറ്റത്തിൽ കൂടി മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്ത് വെക്കണം. അതാണ് നഴ്സിംഗ് നോട്ട്സിൽ രണ്ടാമത് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ, ദിസ് ഡോക്യുമെന്റ് ഇൻക്ലൂഡ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് നഴ്സിംഗ് മെഷേഴ്സ് which has to be taken to facilitate the medical care provided. എന്താ പറഞ്ഞേ, നമ്മൾ പറഞ്ഞു ഡോക്യുമെന്റ്സ് ഇതിൽ ഉൾപ്പെടണം. നമ്മൾ നഴ്സുമാര് ഇങ്ങനെ എന്ത് കൊടുക്കണതാ, അവര് സ്റ്റേറ്റ്മെന്റ്, നഴ്സുമാര് പേഷ്യന്റിനുള്ള കെയർ, ട്രീറ്റ്മെന്റ് കൊടുക്കും. പിന്നെ അതുപോലെ അവരുടെ ഡീറ്റെയിൽ, പ്രോബ്ലംസ്, ഇതൊക്കെ നമ്മൾ എഴുതി വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡോക്യുമെന്റിൽ നമ്മൾ നഴ്സുമാര് which to be taken to medical care provided, നമ്മൾ പേഷ്യന്റിന് നൽകുന്ന മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റും കൊടുക്കുന്ന പറഞ്ഞില്ല. അപ്പൊ ഈ നഴ്സുമാര് കൊടുക്കണ ട്രീറ്റ്മെന്റിന്റെ മെഡിക്കൽ കെയർ നല്ല ഒരു കറക്റ്റ് സുഗമമാക്കാനായിട്ട്, എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഒരു നമ്മൾ ഏതെടുത്തത് നഴ്സിംഗോട്ട് മെഷർ വെച്ചിട്ട് അതൊരു നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾക്ക് നല്ല പേഷ്യന്റിനോട് നല്ല രീതിയിൽ സംസാരിക്കുക, അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണോടൊപ്പം തന്നെ അവരൊരു മനസ്സ്, പേഷ്യന്റിന്റെ ഒരു മനസ്സ് എങ്ങനെയാണ് നമ്മൾ എടുക്കുക, പേഷ്യന്റിനോട് ഭയങ്കര രോഗമൊക്കെയുള്ള പേഷ്യന്റിനെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അവര് വേദനയൊക്കെ എടുത്തിരിക്കുമ്പോ നമ്മൾ പോയി ഒരു 2 വർത്താനം നമ്മൾ പോയി സംസാരിക്കുക, നിങ്ങൾക്ക് എന്താണ്, കുഴപ്പമില്ല, ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകാട്ട, വേദന ഉണ്ടാ എന്നൊക്കെ ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു അപ്രോച്ച്, പേഷ്യന്റ് നമ്മൾ നഴ്സുമാര് പേഷ്യന്റിനോട് എങ്ങനെ അപ്രോച്ച് ചെയ്യണേ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അതാണ് ഇവിടെ പറഞ്ഞത് ഫെസിലിറ്റേറ്റ് ദ മെഡിക്കൽ കെയർ പ്രൊവൈഡഡ്. നമ്മൾ മെഡിക്കൽ കെയർ പേഷ്യന്റിന് നല്ല കെയർ കറക്റ്റ് കൊടുക്കുമ്പോ അതിൻ്റെതായ രീതിയിൽ അത് ഭംഗിയായിട്ട് സുഗമമാക്കി കൊടുക്കാനായിട്ട് നമ്മളും മെന്റലി ആയിട്ട് നല്ല ഒരു കെയർ കൊടുക്കണം. അതാ പറഞ്ഞത് ദിസ് ഡോക്യുമെന്റ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ്, അവരുടെ പ്രസ്താവന, നഴ്സിംഗ് മെഷേഴ്സ് എന്ന് വെച്ചാല് ഈ നഴ്സുമാരുടെ നടപടിക്രമങ്ങളുടെ പ്രസ്താവനകൾ, നഴ്സുമാർ എങ്ങനെയാണ് അവരോട് അപ്രോച്ച് ചെയ്യണേ, അതാണ് അവിടെ പറഞ്ഞത് നഴ്സുമാരുടെ മെഷേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് ഹാസ് ടു ബി ടേക്കൺ ഫെസിലിറ്റി മെഡിക്കൽ കെയർ പ്രൊവൈഡ്. നമ്മള് എത്ര ഫെസിലിറ്റീസ് ഉള്ള എന്ത് മെഡിക്കൽ കെയർ കൊടുത്താലും ഒരു ഭയങ്കര ദേഷ്യപ്പെടുന്നതും ഒന്നും ചിരിക്കാത്ത, ഒന്നും സംസാരിക്കാത്ത ഒരു നഴ്സാണെങ്കിൽ എന്തായിരിക്കും, ആ പേഷ്യന്റിന് ഒരു മെന്റലി ഒരു ഡൗൺ ആയിരിക്കും. അപ്പൊ നമ്മൾ ആ പേഷ്യന്റിനോട് നല്ല രീതിയിൽ കെയർ ഒക്കെ കൊടുത്ത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അപ്പൊ അതും നമുക്ക് വേണമെങ്കിൽ മെഡിക്കൽ റെക്കോർഡിൽ നഴ്സുമാരുടെ നോട്ടിൽ എഴുതി വെക്കാം. ഇത് നഴ്സിംഗ് നോട്ടാണ്, അതിൽ എഴുതി വെക്കാം പേഷ്യന്റിന്റെ സ്റ്റേറ്റ്മെന്റ്സ്, പ്രസ്താവനകൾ, നഴ്സിംഗ് മെഷേഴ്സ് ടേക്കൺ ഫെസിലിറ്റേറ്റ് ദ മെഡിക്കൽ കെയർ പ്രൊവൈഡ്. എങ്ങനെയാണോ മെഡിക്കൽ കെയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യണേ അങ്ങനെയുള്ള കാര്യങ്ങൾ പല രീതിയിലായിരിക്കും പല നഴ്സുമാരും അവർക്ക് കെയർ കൊടുക്കണത്. അപ്പൊ എങ്ങനെ കെയർ അവർ കൊടുക്കണേ, എങ്ങനെയാണ് ആ നഴ്സിനെ പേഷ്യന്റിന്റെ കയ്യിൽ എടുക്കുക, അത് പോണ വരെയും അവരുടെ സന്തോഷമാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ നമ്മൾ അവരെ സംതൃപ്തിയായിട്ട് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് വേണം പറഞ്ഞയക്കാനായിട്ട്. അപ്പൊ അതാണ് അവിടെ 3 പോയിന്റ് പറഞ്ഞത്. അപ്പൊ ഒന്ന് പറഞ്ഞത് നഴ്സുമാര് പേഷ്യന്റിന് എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. എന്തിനാ, കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്, എങ്ങനെ കെയർ കൊടുക്കണേ, ട്രീറ്റ്മെന്റ് കൊടുക്കണേ. പിന്നെ അവർക്ക് രോഗിയുടെ പ്രതികരണം നമ്മൾ കറക്റ്റ് ചെയ്യണം, ചികിത്സയോടുള്ള രോഗിയുടെ പ്രതികരണം.
പിന്നെ രോഗിയുടെ പെരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് രോഗിയുടെ ആവശ്യങ്ങള്, പ്രശ്നങ്ങള്, കഴിവുകള്, പരിമിതികള് അതെല്ലാം നമ്മൾ കറക്റ്റ് വിവരിച്ചെഴുതണം. പിന്നെ ഡോക്യുമെന്റ്സ്, നഴ്സിംഗ് നടപടികളുടെ പ്രസ്താവനകള്, പേഷ്യന്റിന് നൽകുന്ന മെഡിക്കൽ കെയർ നല്ല രീതിയിൽ സുഗമമാക്കാനായിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റണം. അത്രയും കാര്യങ്ങളാ 3 പോയിന്റുകൾ പറഞ്ഞത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കിയേ. നഴ്സിംഗ് നോട്ട്സിന്റെ 3 പോയിന്റ് എല്ലാവരും വായിച്ചു നോക്കിയേ. എല്ലാവരും വായിച്ചു നോക്കിയ എല്ലാവരും. നമ്മൾ ഇന്ന് കുറച്ചെടുത്തുള്ളൂ. റിക്കവറി റൂം, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള റിക്കവറി റൂം എടുത്ത് നഴ്സിംഗ് നോട്ട്സ് എടുത്തു. വായിച്ചു നോക്കി, എല്ലാവരും വായിച്ചു നോക്കിയേ. കറക്റ്റ് നമ്മൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം വരെയാണെങ്കിൽ ഇതിൽ ഇപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം നോക്കാം. മറ്റേ റിക്കവറി റൂമിന്റെ ഞാൻ പറഞ്ഞില്ലേ, പേഷ്യൻസിന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ കിടത്തുന്നത് റിക്കവറി റൂമിൽ. ശരിക്കും നമ്മള് ഒബ്സർവേഷൻ റൂം എന്ന് പറയണത് ആണ് ഈ റിക്കവറി റൂം എന്ന് പറയണത്. പിന്നെ അതില് പേഷ്യന്റിന്റെ എന്തെല്ലാം ഉണ്ടാവും, കംപ്ലീറ്റ് റെക്കോർഡ് ഉണ്ടാവും പേഷ്യന്റിന്റെ ഫുൾ കാര്യങ്ങളുള്ളത്. ആ ഓപ്പറേറ്റിംഗ് റൂം ടീച്ചേഴ്സ് നഴ്സിംഗ് റൂമിൽ എത്തണ വരെ പേഷ്യന്റിനെ എവിടെയാണ് സ്റ്റേജ് കിടത്തണത്, ഈ റിക്കവറി റൂമിൽ. അതുവരെ പേഷ്യന്റ് റിക്കവറി റൂമിൽ ഉണ്ടാവും. പിന്നെ അതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് പിന്നെ ഇതിൽ വരാനുള്ളത് നഴ്സിംഗ് നോട്ട്സിൽ ഫസ്റ്റ് ഇൻക്ലൂഡ് എന്താ, നഴ്സിന്റെ ഒബ്സർവേഷൻ. പേഷ്യന്റിനെ ഒബ്സർവേഷൻ ചെയ്യുന്നതാണ് മെയിൻ പോയിന്റ്. പേഷ്യന്റിനെ ഒബ്സർവേഷൻ ചെയ്യണത് നഴ്സ്, അത് നഴ്സിംഗ് നോട്ട്സിൽ ഉണ്ടാവും. പിന്നെ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് എങ്ങനെ പേഷ്യന്റിന് കൊടുക്കാം, പേഷ്യന്റിന്റെ റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ് കൊടുക്കണം, പ്രതികരണം ആ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ അത് വായിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഇമ്പോർട്ടന്റ് ആണോ? ഇത് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, നിങ്ങൾ വെറുതെ മനസ്സിലാക്കിയാൽ മതി. നഴ്സിംഗ് നോട്ട് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, അതൊക്കെ നമ്മൾ നഴ്സിംഗിനല്ല പഠിക്കണേ. പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നഴ്സിംഗ് നോട്ട് ഇമ്പോർട്ടന്റ് അല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കരുത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നഴ്സിംഗ് നോട്ട്സിൽ എന്ത് വേണം, ഇത്രയും കാര്യങ്ങൾ വേണം എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് TPR ചാർട്ട് എടുക്കാം. ഓക്കെ, എടുക്കട്ടെ. TPR എന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെ പറഞ്ഞു. എന്തായിരിക്കും TPR? T എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, P പൾസ്, R എന്താ റെസ്പിറേഷൻ, and blood pressure measurements are listed in this form. അതിൽ BP പെടും. ഓക്കെ, TPR and blood pressure ആയിരിക്കും. TPR എന്ന് പറയുമ്പോൾ നമ്മളറിയാം, നമ്മൾ എന്ത് അസുഖം വന്നാലും നമ്മൾ എവിടെ ഹോസ്പിറ്റലിലാ ഒരു ക്ലിനിക്കിലാ ഒരു ചെറിയ ഒരു ഇതിൽ പോയാൽ പോലും നമ്മളെ ഫസ്റ്റ് 3 എടുക്കും. ആദ്യം തന്നെ നമുക്കൊരു തെർമോമീറ്റർ തരും. ഒന്നല്ലെങ്കിൽ വായയിൽ വെക്കും, അല്ലെങ്കിൽ ആക്സിലയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോ എന്തായിരിക്കും, അത് 98.5 ഉണ്ടോ, നമുക്ക് ടെമ്പറേച്ചർ ഉണ്ടോ എന്ന് അറിയാം. അതാണ് തെർമോമീറ്റർ, ടെമ്പറേച്ചർ നോക്കണത്. പിന്നെ നമ്മൾ പൾസ്, TPR പൾസ്, നമ്മുടെ സാധാരണ നോർമൽ പൾസ് എത്ര വേണം പെർ മിനിറ്റില്, എത്ര വേണം? ആരെങ്കിലും പറഞ്ഞേ, പൾസ് എത്രയാണ് നമ്മുടെ നോർമൽ പൾസ്? 90 അല്ല, നോർമൽ പൾസ് ഒരാളുടെ ഒരാളുടെ അല്ല, അതൊന്നല്ല. 90 120 അല്ല. 72. എത്രയാണ്? 72. നമ്മുടെ പ്രഷർ, നോർമൽ പ്രഷർ എത്ര? നോർമൽ പ്രഷർ, ബ്ലഡ് പ്രഷർ 120/80. അത് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും 120/80. അത് നമ്മൾ ഇതിനെ കഴിഞ്ഞിട്ട് പിന്നീട് പഠിക്കും. അപ്പൊ പൾസ് നമ്മൾ ഓർക്കാം 72, 82, 120. ഓക്കെ, അത് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും ആണ്. നമ്മള് പൾസ് എന്ന് പറഞ്ഞില്ലേ 72, ആ 72 എന്ന് പറയുന്നത് നമ്മളിപ്പോ കറക്റ്റ് ഒരു ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ, നമ്മളൊരു കറക്റ്റ് നല്ലൊരു ഇതാണെങ്കിൽ കണ്ണടച്ച് കറക്റ്റ് നമ്മൾ ടൈം നോക്കി വെക്കാം.
ടൈം നോക്കി വെച്ചിട്ട് 1 മിനിറ്റ് എപ്പോഴാവണേന്നും പറഞ്ഞ് നമ്മള് കൈത്തണ്ടയുടെ നമ്മുടെ ഈ ഭാഗത്ത് ഞരമ്പ് കാണാം. ഈ ഭാഗത്ത് ഒരുപാട് വെയിൻസ് പോയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു വെയിൻസുമ നല്ലോണം പ്രസ് ചെയ്തിട്ട് നമ്മള് കണ്ണടച്ച് കറക്റ്റ് കോൺസെൻട്രേഷൻ വെച്ച് നോക്കി നോക്കിയേ. 1 മിനിറ്റ് ആവുമ്പോ അത് എത്ര വട്ടം അടിക്കണുണ്ടെന്ന് നമുക്കറിയാം. 72 കൂടുതൽ വിചാരിച്ച് നമുക്ക് ആരോഗ്യമില്ലാന്നല്ല കേട്ടാ. 72 എന്നുള്ളത് 80 ആവാം. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും എപ്പോഴും. അത് 72 എന്നുള്ളത് ചിലപ്പോ 80 ഒക്കെ ആയാലും നോർമലാണ്. അത് വിചാരിച്ച് നമ്മൾ എനിക്ക് കൂടുതലാണെന്ന് വിചാരിക്കണ്ട കേട്ടാ. കുറച്ചുള്ളവർക്ക് ചിലവർക്ക് 60, 64 ഒക്കെ ഉണ്ടാവും. അത് കുറച്ച് കുറവാ. പക്ഷെ 68, 69 ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോ നോക്കിയാൽ മതി. അപ്പൊ അതാണ് പൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ TPR ചാർട്ടില് കറക്റ്റ് നോട്ട് ചെയ്യണം. എന്തൊക്കെ TPR ചാർട്ട്? അങ്ങനെ ഒരു ചാർട്ട് ഉണ്ട്. നമ്മളിപ്പോ പഠിക്കണ ഓരോന്ന് എന്താ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്നത്? നമ്മളിങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പഠിച്ചു. ഓപ്പറേഷൻ റിപ്പോർട്ട്സ്, പാത്തോളജി റിപ്പോർട്ട്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ഇതൊക്കെ? ക്ലിനിക്കൽ ഡാറ്റയിൽ പറഞ്ഞത്. നമ്മൾ ഇതൊക്കെ എന്തായിരുന്നു? ക്ലിനിക്കൽ ഡാറ്റയിൽ പറഞ്ഞത്. ഓക്കെ ഇൽമ. അപ്പൊ ക്ലിനിക്കൽ ഡാറ്റയിൽ വന്നതാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. അപ്പൊ നമ്മുടെ നഴ്സിംഗ് ഡാറ്റ കഴിഞ്ഞു, നഴ്സിംഗ് നോട്ട്സ് കഴിഞ്ഞു, TPR എത്തി നമ്മുടെ. അപ്പൊ TPR ആണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ TPR. അപ്പൊ TPR ചാർട്ടില് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷറും ഉണ്ടാവും അതിൽ. TPR ചാർട്ടില് നമ്മൾ ആ 3 മാത്രം നോക്കിയാൽ പോരാ. പ്രഷർ, ബ്ലഡ് പ്രഷർ, അതും മെഷർമെന്റ് ചെയ്യും, അളന്ന് ആ ലിസ്റ്റഡ് ഇൻ ദി സ്കോപ്പ്. ആ ലിസ്റ്റിൽ ഉണ്ടാവും. ഓക്കെ, അതിൽ അത്രേ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മെഡിക്കേഷൻ ഷീറ്റ് ഉണ്ട്. മെഡിക്കേഷൻ ഷീറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മള് മരുന്ന് ഷീറ്റ്, നമുക്ക് മരുന്ന് തന്നെ ഷീറ്റുകൾ, മരുന്ന് അവിടെ നിന്ന് നമ്മൾ ട്രീറ്റ്മെന്റിന് പോയാൽ ഹോസ്പിറ്റലിൽ നമുക്ക് എന്ത് കിട്ടും? മരുന്ന് കിട്ടും. അതിനൊരു ഷീറ്റ് ഉണ്ട്. അതാണ് മെഡിക്കേഷൻ ഷീറ്റ്. അതെന്താ? It provides documentation of the medicines given orally, topically, by inhalation and infusion. ആ മരുന്ന് ചീട്ടിൽ എന്തെഴുതും? മരുന്ന് ചീട്ടിൽ നമ്മൾ എഴുതണം. ആ മരുന്ന് ചീട്ടിൽ നമ്മൾ അവരെന്തെഴുതും? ഡോക്യുമെന്റേഷൻസ് ഓഫ് ദ മെഡിസിൻസ് എന്ന് വെച്ചാൽ എന്താ? മരുന്നുകൾ, ഏത് തരം മരുന്നുകളാണോ നമ്മൾ കൊടുത്തത് അതിന്റെ ഡോക്യുമെന്റ് കറക്റ്റ് ആയിട്ടുള്ളത്. മരുന്ന് നമ്മള് എല്ലാ മരുന്നും നമ്മൾ ഓറലി കൊടുക്കും. പിന്നെന്താ? ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കും. പിന്നെന്താ? മറ്റേ ശ്വസിച്ച് കൊടുക്കും. ഈ നെബുലൈസ് ഒക്കെ കൊടുക്കണതും അതൊന്നും മരുന്നിൽ പെട്ടതാ. നമ്മള് ഭയങ്കര ശ്വാസമുട്ട്, ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യും? രാവിലെ വൈകുന്നേരവും നെബുലൈസ് കൊടുക്കും. നെബുലൈസ് കൊടുക്കണത് നമ്മള് നെബുലൈസ് കൊടുത്ത അപ്പൊ തന്നെ നഴ്സുമാര് പോയി ഒരു ചാർട്ടിൽ എഴുതി വെക്കും. കണ്ടിട്ടില്ലേ നിങ്ങള്? നെബുലൈസ് ചെയ്ത് അപ്പൊ തന്നെ ഇത്രയും ടൈമിൽ നെബുലൈസ് കൊടുത്തു. പിന്നെ നമ്മൾ നെബുലൈസ് കൊടുക്കുമ്പോ വീണ്ടും വന്ന ആ ടൈം എഴുതി വെക്കും. അപ്പൊ ഒരു പേഷ്യന്റിന് എത്ര വട്ടം നെബുലൈസ് കൊടുത്തു എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് അവര് മെഡിക്കേഷൻ ഷീറ്റിൽ കറക്റ്റ് ചെയ്ത് വെക്കും. പിന്നെ ഓറലി, ടോപ്പിക്കലി എന്നൊക്കെ പറയുന്നത് എന്താ? നമ്മൾ വായിൽ കൂടി നമ്മൾ എന്തൊക്കെ കൊടുക്കും? നമ്മള് ചില മരുന്ന് ഇതുകള് ഗുളിക, ടാബ്ലറ്റ് അത് കൊടുക്കണത് കൂടാതെ എന്തെങ്കിലുമൊക്കെ ഡ്രോപ്സാ, പിന്നെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കൊടുക്കണത്. പിന്നെ നമ്മൾ ട്രിപ്പൊക്കെ എങ്ങനെ കൊടുക്കാം? നമ്മുടെ കയ്യില് ക്യാനുല പോലത്തെ മറ്റേ ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു സാധനം ചെറുതൊക്കെയാണ്. പേഷ്യന്റ് അഡ്മിറ്റ് ആണെങ്കിൽ ബട്ടർഫ്ലൈയുടെ സാധനം ഒന്നും കുത്തില്ല. വലിയ കനുള്ള ഒരു ക്യാനുല, അതിനൊരു സാധനം പറയും ക്യാനുല, അതാണ് കുത്തുന്നത്. പക്ഷെ ചെറുത് നമ്മളിപ്പോ വന്ന് ഒരു ഒബ്സർവേഷന് നിൽക്കണാണ്, പോകും എന്നുള്ളതാണെങ്കിൽ എന്തായിരിക്കും? ചെറിയൊരു ബട്ടർഫ്ലൈ പോലെ ഇരിക്കും. ഒരു പൂവ് പോലെ, ഒരു പൂമ്പാറ്റ പോലെ ഇങ്ങനെ ഇരുന്നിട്ട് ചെറുതായിട്ട് കുത്തി അതിൽ കൂടി ആ ട്രിപ്പ് പോവുക. അതൊക്കെ നമ്മൾ ഒരു ദിവസം ഒന്നും ഇടാൻ പറ്റില്ല. കുറച്ചു നേരം ഇടുമ്പത്തിനും നമ്മുടെ കൈ അങ്ങോട്ട് ഇങ്ങോട്ട് കനങ്ങി വെയിൻ ബൾജായി കഴിഞ്ഞാൽ അവിടെ വീർക്കും. പിന്നെ അത് നല്ല വീർത്ത് ഇങ്ങനെ പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും. പിന്നെ വീണ്ടും കുത്തേണ്ടി വരും. അപ്പൊ അഡ്മിറ്റ് ആവുന്ന പേഷ്യന്റിന് നല്ല ഒരു കളറൊക്കെ ഉള്ള നല്ല ഇച്ചിരി ഹാർഡുള്ള ഒരു സാധനമാണ് കുത്തണത്. അത് കുത്തണത് സൂചി വെച്ച് കുത്തണോ? സൂചി അവര് ഊരിയെടുക്കും. ഫസ്റ്റ് തന്നെ ഈ സാധനം എടുക്കുമ്പോ എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ സൂചിയാണോ കുത്തണേന്ന്. സൂചി നമ്മൾ ഊരിയെടുത്തിട്ട് അതിന്റെ ഉള്ളിലെ സൂചി ഊരിയിട്ട് പുറത്തുള്ള ഒരു ചെറിയ ഇത് സാധനം ഉണ്ട്, അത് വെച്ചാണ് നമ്മുടെ ഇതിലേക്ക് കുത്തണത്. ചെറിയ ഹോള്. ആ ഹോളിൽ കൂടിയാണ് ബ്ലഡ് ഇതിലേക്ക് പാസ് ചെയ്യുമ്പോ തന്നെ
ഡ്രിപ്പിലേക്ക് ഉള്ള മരുന്ന് നമ്മുടെ വെയിലിലോട്ട് പോണത്. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ ഏതൊക്കെ കൊടുത്തു മെഡിക്കേഷൻ ഷീറ്റിൽ ഉണ്ടാവും. ഡ്രിപ്പ് കൊടുക്കണുണ്ടോ, വായൽ കൂടി കൊടുക്കുന്നുണ്ടോ, നെബുലൈസ് കൊടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ്, ഇൻഹലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഡിക്കേഷൻ ഷീറ്റിൽ വരും. മരുന്ന് ഷീറ്റിൽ അതൊക്കെ വരില്ലേ, അത് ഓർത്താൽ മതി. ഇറ്റ് പ്രൊവൈഡ് ഡോക്യുമെന്റേഷൻസ് ഓഫ് ദ മെഡിസിൻസ്, ഡോക്യുമെന്റേഷൻസ് ഓഫ് ദ മെഡിസിൻസ്, ശ്വസിച്ചും ഇൻഫ്യൂഷൻ വഴിയും വായിൽ കൂടിയും നൽകിയ മരുന്നുകളുടെ ഡോക്യുമെന്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് എന്തിലേക്കും മെഡിക്കൽ ഷീറ്റിൽ എഴുതും. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കണേ, ഇൻഫ്യൂഷൻ. ഇൻഫ്യൂഷൻ എന്ന് പറയണത് നമ്മള് ഇതാണ്, ഈ നെബുലൈസ് എന്ന് പറഞ്ഞില്ലേ, ഇൻഹലേഷൻ ആൻഡ് ഇൻഫ്യൂഷൻ. നെബുലൈസ് കൊടുക്കണത് കൂടാതെ തന്നെ അതുപോലെ തന്നെ നമ്മള് ചിലർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണത്, അതിനെന്താ പറയാ കറക്റ്റ് ആയിട്ട്? നെബുലൈസ് അല്ലാണ്ട് ഒരു സാധനം, അത് എല്ലാവർക്കും ഉണ്ടാവില്ല. നോക്കട്ടെ, പിക്ചർ ഉണ്ടെന്ന് നോക്കണം അതിനൊക്കെ. അങ്ങനത്തെ ഡ്രോപ്സ് എന്ന് വെച്ചാല് മിക്സഡ് ആക്കിയിട്ട്, ഇപ്പൊ നമ്മള് ഇൻഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മരുന്ന് ഫിക്സഡ് ആക്കിയിട്ടാണ് കൊടുക്കുക. ഞാൻ നമ്മള് ഇപ്പൊ ട്രിപ്പ് പോയത്, ആ ട്രിപ്പ് പോകുമ്പോള് സാധാരണ ഫസ്റ്റ് ട്രിപ്പ് ഇടുമ്പോ ട്രിപ്പ് എങ്ങനെയായിരിക്കും പോണേ? നല്ല സാധാരണ പച്ച വെള്ളത്തിന്റെ കളറായിരിക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ആ ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ നഴ്സുമാര് വന്നിട്ട് എന്ത് ചെയ്യും, നേരെ ഡ്രിപ്പിലോട്ട് കുത്തും. കണ്ടിട്ടുണ്ടാ ഡ്രിപ്പിലേക്ക് ഇൻജെക്ട് ചെയ്യണത്, അങ്ങനെ കലർത്തണത് കണ്ടിട്ടുണ്ടാ? അങ്ങനെ ഡ്രിപ്പിലേക്ക് കലർത്തുമ്പോ ആ ഡ്രിപ്പിന്റെ കളർ എന്തായിരിക്കും? മറ്റേ വെള്ള കളറുള്ള ഡ്രിപ്പ് കൊടുത്തേർന്നത് പിന്നെ അത് ആവുമ്പോ ചിലപ്പോ മഞ്ഞ ഇഞ്ചക്ഷൻ ആയിരിക്കും അതിനുള്ളിൽ കുത്തിവെച്ചത്. അപ്പൊ മഞ്ഞ കളറാകുമ്പോ അതങ്ങോട്ട് കലർന്ന്, അപ്പൊ അതിൽ ആഡ് ചെയ്തേക്കണം. അങ്ങനത്തെ ഉള്ള മിക്സഡ് ആക്കണതിനെ പറയുന്നതാണ് ഇൻഫ്യൂഷൻ. മനസ്സിലായ? ഓക്കെ, യെല്ലോ ഉണ്ടാവും. ന്യൂറോബയോൺ ഒക്കെ ആണെങ്കിൽ യെല്ലോ കളർ ആയിരിക്കും ന്യൂറോബയോണിന്, അതിനൊരു മണമായിരിക്കും. ഈ വെയിനിന് കുത്തണാണ് അത്. പക്ഷെ നമ്മള് ഇഞ്ചക്ഷൻ ഡ്രിപ്പ് ഇല്ലെങ്കിൽ നമ്മളെ നഴ്സുമാര് നേരിട്ട് വന്നുകൊണ്ട് നമ്മുടെ ഈ സാധനം കുത്തിവെച്ചേക്കുന്ന സാധനത്തിലേക്ക് കൊടുക്കും. പക്ഷെ ഡ്രിപ്പ് പോണത് കൊണ്ടാണ് ഇത് ഡ്രിപ്പിലേക്ക് കൊടുക്കണത്. അപ്പൊ കുറേശ്ശെ ആ ഡ്രിപ്പ് വഴി നമ്മുടെ വെയിലിലോട്ട് കൊടുക്കും. അത് ഇതുപോലെ ന്യൂറോബയോണിന്റെ ഒക്കെ ഞരമ്പിലേക്ക് നേരിട്ട് കൊടുക്കും, വെയിൻ വഴി കൊടുക്കണത്. മസിൽ വഴി കൊടുക്കണതൊന്നും അങ്ങനെ കൊടുക്കില്ല കേട്ടോ. അത് നമുക്ക് ബട്ടക്സിലേക്ക് അല്ലെങ്കിൽ കൈയുടെ ഷോൾഡറിന്റെ അവിടെയൊക്കെ തരുള്ളൂ. ഇതാണ് ഇങ്ങനെ മിക്സഡ് ആക്കിയത് കലർത്തണ മരുന്നുകളില്ലേ, അതിനെ പറയണതാണ് ഈ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ കിട്ടിയ എല്ലാവർക്കും? ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഈ ഡ്രിപ്പിൽ ആഡ് ചെയ്തേക്കണത്, ഏത് മരുന്നാണോ ഡ്രിപ്പിൽ ആഡ് ചെയ്തത്, അത് എപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്തത്, അതിന്റെ ടൈം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആ മെഡിക്കേഷൻ ഷീറ്റിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താ, ദ ഡേറ്റ്, ടൈം, നെയിം ഓഫ് ഡ്രഗ്, ഡോസ് ആൻഡ് റൂട്ട്, പിന്നെന്താ ബൈ വിച്ച് ഇറ്റ് വാസ് ഗിവൺ ആർ ഡോക്യുമെന്റഡ് ആഫ്റ്റർ ദ ഡ്രഗ് ഹാസ് അഡ്മിറ്റഡ്. ഈ പറഞ്ഞ തന്നെ നമ്മൾ മരുന്ന് കൊടുത്തു, ഇഞ്ചക്ഷൻ കൊടുത്തു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിന്റെ എങ്ങനെയാണ് നമ്മൾ കൊടുത്തത്, ഏത് വഴി കൊടുത്തേ നമ്മൾ, ഇറ്റ് വാസ് ഗിവൺ ഡോക്യുമെന്റഡ് ആഫ്റ്റർ ദ ഡ്രഗ് ഹാസ് അഡ്മിനിസ്ട്രേറ്റഡ് എന്ന് വെച്ചാൽ നമ്മള് പേഷ്യന്റിന് മരുന്ന് കൊടുത്തത് നേരിട്ടാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ഓറലി ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് എഴുതണം. ഡേറ്റ് എഴുതണം, ടൈം എഴുതണം, നെയിം ഓഫ് ഡ്രഗ് മരുന്നിന്റെ പേര് എഴുതണം, ഡോസ് എത്ര ഡോസ് കൊടുത്തു കറക്റ്റ് എഴുതണം. അത് ഏത് വഴി, റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരിട്ടാണോ കൊടുത്തേ, ഡൈല്യൂട്ട് ചെയ്താണോ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഫുള്ളും എന്ത് ചെയ്യണം, ആ ഡോക്യുമെന്റിൽ കറക്റ്റ് എഴുതണം. ആ ഡോക്യുമെന്റ് ഏതാ? മെഡിക്കേഷൻ ഷീറ്റ്. ആ ഡോക്യുമെന്റിന് പറയുന്ന പേര് മെഡിക്കേഷൻ ഷീറ്റ്. ഓക്കെ, കിട്ടി എല്ലാവർക്കും? ഇനി അത് വീണ്ടും പറയണോ, മെഡിക്കേഷൻ ഷീറ്റ് പറയണോ? അതൊന്ന് വായിച്ചു നോക്കിയേ, മെഡിക്കേഷൻ ഷീറ്റ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. ആ 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ, കിട്ടണ്ടോ നോക്കി.
കിട്ടിയാ? ഡൗട്ട് ഉണ്ടാ? ഇനി അത് പറയണോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ഉള്ള? ഇനി നമുക്ക് ഒരു ചെറിയ പോയിന്റ് കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. മിസ്ലേനിയസ് റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ എന്താ? മിസ്ലേനിയസ് റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ പല വക എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് നമുക്ക് നോക്കാം എന്താണുള്ളത്. അതും കൂടി നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, കുറച്ചല്ലേ എടുത്തുള്ളൂ, നോക്കാം. The specialized care units of the hospital such as ICU, CCU, etc. are included in this scope. എന്ന് വെച്ചാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യും? മിസ്ലേനിയസ് എന്ന് വെച്ചാൽ പല വകയാണ് മിക്സ്ഡ് ആയിട്ട് കലർന്നത്, അങ്ങനെ കലർന്നത്. അതില് ആ യൂണിറ്റിൽ നമ്മുടെ ആശുപത്രിയിലെ സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റുകൾ എന്ന് വെച്ചാൽ ICU, CCU എന്നൊക്കെ പറയുന്നത് എന്താ? സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റ് ആണ്. അപ്പൊ സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റ് ഏതാ ഹോസ്പിറ്റലിലെ? ICU, CCU. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആ ഫോമിൽ എഴുതണം, മിസ്ലേനിയസ് റിപ്പോർട്ട്സിൽ എഴുതണം. വേറെ ഒന്നുമില്ല. മിസ്ലേനിയസ് റിപ്പോർട്ട്സിൽ എന്ത് എഴുതും? സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റുകളായ ICU, CCU അവിടെ നടന്ന കാര്യങ്ങൾ, അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, അതിങ്ങനത്തെ കാര്യങ്ങളുള്ള ഡീറ്റെയിൽസ് ഏതിലെഴുതണം? മിസ്ലേനിയസ് റിപ്പോർട്ട്സിൽ എഴുതാം. അപ്പൊ നിങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്തോ, ICU, CCU അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് ഏതിലാ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഏത് ഫോമിലാ? മിസ്ലേനിയസ് റിപ്പോർട്ട്സ്. കാരണം ഈ ICUല് കിടന്ന പേഷ്യന്റ് ആയാലും അവർക്കൊരു മെഡിക്കേഷൻ ഷീറ്റ് ഉണ്ടാവും, അവർക്കൊരു നഴ്സിംഗ് ഷീറ്റ് ഉണ്ടാവും, അവിടെ ഉണ്ടാവും ഇതുപോലെ തന്നെ നഴ്സുമാർക്കൊരു റെക്കോർഡ്, നഴ്സുമാർക്കൊരു നോട്ട്, അവർക്ക് പിന്നെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. പക്ഷെ പൊതുവായിട്ട് ജനറൽ ആയിട്ട് ഇങ്ങനത്തെ ഉള്ള റിപ്പോർട്ട്സ് ഏതിലെഴുതാം? മിസ്ലേനിയസ് റിപ്പോർട്ട്സ്. ഇപ്പൊ ഒരു പേഷ്യന്റ് ICUല് കിടന്നിട്ടുണ്ടോ, ഈ പേഷ്യന്റ് ICUല് കിടന്നിട്ടുണ്ടോന്ന് നമ്മൾക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു റിപ്പോർട്ട്സ് എടുത്ത് നോക്കിയാൽ മതി. ഇന്ന ടൈമില് ഇന്ന ദിവസം ഈ പേഷ്യന്റ് ICUല് ഉണ്ടായിരുന്നു എന്നറിയാൻ പറ്റും. അതാ പറഞ്ഞ മിസ്ലേനിയസ് റിപ്പോർട്ട്സ് എഴുതേണ്ടത് സ്പെഷ്യലൈസ്ഡ് കെയർ ആയ ICU, CCU അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതണം. ഇപ്പൊ രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി, പിന്നീട് ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിൽ ബാക്കി അതിനെ കുറിച്ച് പറയും. ഇപ്പൊ ICU, CCU അത് ഏത് റിപ്പോർട്ട്സിൽ വരും? മിസ്ലേനിയസ് റിപ്പോർട്ട്സിൽ. ഓക്കെ, ഇനി പറയണോ? അത് കിട്ടില്ല എല്ലാവർക്കും? ഇനി ഞാനൊരു 2 മിനിറ്റ് നിങ്ങൾക്ക് ഇതൊന്ന് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ എന്തെങ്കിലും ചോദിക്കാം. കാരണം നമ്മൾ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് പോകുമ്പോൾ സംശയം ഇതുവരെ നിർത്തി. ഫിസിക്കൽ തെറാപ്പിയൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഒരുപാട് പേര് കാണുന്നുണ്ട്. ഇപ്പൊ ഇതിൽ 35 പേരെ എനിക്ക് ഇതിൽ കാണുന്നുള്ളൂ. ഈ 35 പേരും ക്ലാസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങൾ ഇപ്പൊ തന്നെ എന്റെ അടുത്ത് ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ ചോദിച്ച് അത് ക്ലിയർ ചെയ്ത് പോവുകയാണ്. പക്ഷെ റെക്കോർഡ് ക്ലാസ് കാണുന്നവര് സംശയങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. അവരിങ്ങനെ ജോലിക്ക് പോണവരാണ്, അവരെ വന്നുകൊണ്ട് ഇങ്ങനെ ക്ലാസ് കാണുകയാണ്. അപ്പൊ അവര് കാണുമ്പോ അവർക്ക് ഞാൻ ഈ പറഞ്ഞ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോ ഈ കേൾക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ സംശയങ്ങള് അപ്പൊ തന്നെ ചോദിക്കുമ്പോ അപ്പൊ തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോണതായിരിക്കും ഇഷ്ടം. പക്ഷെ ഇത് റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന്. നമ്മളിങ്ങനെ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകുമ്പോ റെക്കോർഡ് ക്ലാസ് ആർക്ക് ഇത് ചിലവര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണതായിരിക്കും. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ തന്നെ അവർക്ക് അത് കിട്ടിക്കാണും. ആ പോയിന്റ് വീണ്ടും 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 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് സമയത്ത്, പക്ഷെ നിങ്ങളോട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞോ. കാരണം എനിക്ക് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് നോക്കേണ്ടത്. കാരണം നിങ്ങൾ ഓൺലൈൻ ക്ലാസ് 1 മണിക്കൂർ ഫുള്ളായിട്ട് കറക്റ്റ് വന്ന് വാച്ച് ചെയ്ത് നമ്മൾ ഈ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളെ ക്ലിയർ ആക്കി തരാന്നുള്ളത് എനിക്ക് ഉത്തരവാദിത്തമാണ്. നിങ്ങളത് മനസ്സിലാവണ വരെയും എനിക്ക് നിങ്ങളോട് പറയണം, പറഞ്ഞു തരണം. ഞാനത് എത്രയും ബുദ്ധിമുട്ടാണെങ്കിലും എനിക്ക് നിങ്ങളോട് അത് പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഓണെല്ലാം പറഞ്ഞോ. ഓക്കെ, ഒന്നുമില്ലേ നിങ്ങൾക്ക് പറയാൻ? ചോദിക്കാനൊന്നുമില്ലേ നിങ്ങൾക്ക്? പഠിപ്പിക്കുന്നത് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്
നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സന്ധ്യ. അതെ മാഡം, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയായാലും അത് നല്ല രീതിയിൽ ഏത് മെമ്മറി ഉള്ളവർക്കായാലും മനസ്സിലാവുന്ന രീതിയിൽ എടുത്തു തരുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല. താങ്ക് യു. ഓക്കെ, എന്നാ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. വെൽക്കം.